ക്രിസ്തീയ ജീവിതം അതൊരു യാത്രയാണ്. എവിടെ, എങ്ങനെ ഈ യാത്ര തുടങ്ങിയെന്നും എങ്ങനെ ഓരോ പകലും രാത്രിയും കടന്നുപോയെന്നും അറിയില്ല. പക്ഷേ ഒന്നറിയാം, ഈ യാത്രയുടെ അവസാനം ആരും സ്നേഹിക്കാതിരുന്നപ്പോഴും എന്നെ ആഴമായി സ്നേഹിച്ച ആ പ്രാണപ്രിയൻ്റെ മാറിൽ ചാരി ആ കരുണാതുരമായ തലോടൽ അനുഭവിച്ച് വേദനയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ഒരു പുതിയ ജീവിതം എനിക്കുണ്ട് എന്ന്. ഈ മരുഭൂമിയിലെ യാത്ര തുടരുകയാണ്. വേദനകളും നിന്ദകളും വളരെ വലുതാണ്. എന്നാൽ മനം ഇപ്പോഴും ദാഹിക്കുന്നത് എന്നെ ആഴമായി സ്നേഹിച്ചവൻ്റെ, അതെ, എനിക്കായി മരിച്ചവൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിക്കാൻ മാത്രമാണ്. അതെ, ഇതൊരു കഥയാണ്. ഒരു പിതാവിൻ്റെ, അല്ല, ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവത്തെ മാത്രം കണ്ട് ഈ യാത്ര തുടങ്ങിയവരുടെ കഥ. ജീവിതയാത്രയിൽ ലഭിച്ച നന്മകൾക്കതീതമായി നന്മ തന്നവനെ സ്നേഹിച്ചവരുടെ കഥ. വേദനകളിലും നിരാശകളിലും വിഷാദങ്ങളിലും ദൈവത്തിൽ മാത്രം പ്രത്യാശ വച്ചവരുടെ കഥ. ആ പ്രത്യാശയുടെ തീരത്ത് എത്തിയവരുടെ കഥ. പ്രത്യാശയുടെ തീരങ്ങളിൽ. ഹലോ, ഇത് എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോൺ വിളിക്കില്ലെന്ന്. ഒരു പ്രാവശ്യം നീ എത്ര ദിവസം വിളിച്ചോണ്ടിരിക്കും ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് വിളിക്കാന്നുള്ളത്. എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണമെന്നില്ല. മനസ്സിലായി, എനിക്ക് കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും ഒന്ന് വിളിച്ചോണ്ടിരിക്കണം. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തീർപ്പാക്കണ്ടേ? ഈ ചൂടാവാൻ വേണ്ടി ഞാൻ പറയല്ല മോളെ, ഈ പറയുന്നത് മനസ്സിലാക്കേ. ഞാൻ അപ്പച്ചൻ്റെ കാര്യത്തിൽ ഞാൻ ഇവിടെ ഒരു തീരുമാനമാക്കാം. അങ്ങോട്ട് എന്തായാലും കൊണ്ടുവരത്തില്ല. അതാ നിനക്ക് ഇഷ്ടമില്ലല്ലോ, അപ്പൊ പിന്നെ അങ്ങോട്ട് കൊണ്ടുവരത്തില്ല. ഞാനിവിടെ നോക്കാം. ഒന്നാമത് ബിസിനസ്സിന്റെ കാര്യത്തിൽ തന്നെ 100 കൂട്ടം തലവേദനയാണ്. അതാ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മാനേജർ വിളിച്ചു. കാരണം എൻ്റെ ബിസിനസ് എല്ലാം അവിടെ US-ലല്ലേ. അപ്പൊ ഞാൻ ഇവിടെ പോയി അത്യാവശ്യത്തിന് വന്നോണ്ടല്ലേ. ഓക്കെ, ശരി. ഞാനപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. ഒന്നുമില്ല, അവള് വിളിച്ചതാ. പോയില്ലേ, ഞാൻ അവിടെ ബിസിനസിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബിസിനസ് എല്ലാം അവിടെ US-ലല്ലേ. 2-3 ദിവസമായില്ലേ ഞാൻ വന്നിട്ട്. അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ അവരിങ്ങനെ വിളിച്ച് ഇത് എല്ലാ ദിവസവും പ്രാർത്ഥന. ഒരാഴ്ചയിൽ 7 days ഉണ്ടെങ്കിൽ 6 days പ്രാർത്ഥന. ഒരു ദിവസം ഫാസ്റ്റിംഗ് പ്രേയർ, ഒരു ദിവസം എന്തുവാ മധ്യസ്ഥ പ്രാർത്ഥന, ഒരു ദിവസം കോട്ടയം മീറ്റിംഗ്, പിന്നെ സൺഡേ ചർച്ച്, അതിന്റെ മുമ്പത്തെ ഒരു ദിവസം പ്രാർത്ഥന. പപ്പയുടെ കൂടെ എല്ലാ ദിവസവും പ്രാർത്ഥനയേ ഉള്ളൂ. എന്തോ ചെയ്യാനാ? ഇനിയിപ്പോ പപ്പയുടെ കാര്യത്തിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവര് പ്രായമുള്ളവരാ, അവര് മാറത്തൊന്നുമില്ല. നീ അത് നോക്കിയാൽ മതി. ഞാനിപ്പോ എന്തായാലും ഈ ആഴ്ച അവസാനത്തേക്ക് എനിക്ക് കയറി പോകണം. എന്തോ പറയുക അച്ഛാ? പിന്നെ അല്ലാതെ എനിക്കിവിടെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഒരു മാസം ഒന്നും പറഞ്ഞത് എന്റെ ബിസിനസ് കാര്യങ്ങൾ നിനക്ക് അറിയാമല്ലോ. നമുക്ക് പിന്നെ ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ അയച്ചിട്ട് തരുന്നില്ലയോ? എനിക്കറിയത്തില്ല. ഞാൻ ഇത്രയും വർഷങ്ങളോട് ഞാൻ നോക്കില്ലായിരുന്നോ? നിന്റെ കോഴ്സ് കഴിഞ്ഞ് ഇപ്പൊ നീ ഇവിടെ നിൽക്കുന്ന പപ്പായ നോക്കും. പറ്റത്തില്ല. എനിക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. ഞാനൊരു PhD അപ്ലൈ ചെയ്തായിരുന്നു. ഭാഗ്യത്തിന് അതെനിക്ക് കിട്ടി. ഇനിയെങ്കിലും രക്ഷപ്പെടാലോ. ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ബിസിനസ്സുകളെല്ലാം അവതാളത്തിലാവത്തില്ലയോ? ഇതെങ്ങനെ ശരിയാവുന്നേ? എനിക്കറിയത്തില്ല. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ജീവിച്ചാൽ മതിയോ? പപ്പാനെ ആരും നോക്കും? ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങോട്ട് കൊണ്ടുപോയി അവളും പപ്പായും തമ്മിൽ ചേരത്തില്ല. ഇതിനേക്കാളും പ്രശ്നം അവിടെ ചെന്നേ. ഇവിടെ നിർത്താന്ന് പറഞ്ഞാൽ 2-3 വേലക്കാരികളെ നിർത്തി. പപ്പ ശരിയാവുന്നത് നിനക്കറിയാലോ. പപ്പയുടെ കാര്യങ്ങളുമായിട്ട് പപ്പ അങ്ങനെ ബിസിയാണ്. ഇവിടെ വീട്ടുകാരികളായിട്ട് അവരുമായിട്ട് ഭയങ്കര വഴക്കും കാര്യങ്ങളാണ്. അപ്പൊ പിന്നെ നീ നോക്കിയേ പറ്റത്തുള്ളൂ. ഒരു മാസത്തിന്റെ ഉള്ളിൽ എനിക്ക് കാനഡയിൽ പോകണം. എന്റെ PhD അത് ഓൾമോസ്റ്റ് റെഡി ആയി വരുക. എനിക്കിപ്പോ എന്റെ കാര്യം, എന്റെ കരിയറും എന്റെ ഫ്യൂച്ചറും നോക്കണം. എനിക്ക് എല്ലാ ദിവസവും പപ്പായുടെ പുറകെ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പോയി വന്ന് എന്റെ ഫ്യൂച്ചർ ഒന്നും കളയാൻ പറ്റത്തില്ല. കുടുംബവുമായി കുട്ടികളുമായി ഇനിയെങ്കിലും സ്നേഹത്തിലും സന്തോഷത്തിലും നിങ്ങൾക്ക് സംസാരിക്കുന്നത്.
അപ്പനെ കാരണം ഞങ്ങൾക്ക് ഇപ്പൊ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ എന്തോ ചെയ്യുന്നതാണോ മോനെ പറയുന്നത്? കൂട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥനക്കാരന്റെ മോൻ വരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പനെ അടങ്ങി വീട്ടിൽ ഇരുന്നോടെ 24 മണിക്കൂർ ഈ നാട് തോറും നടക്കുന്നതിനാ? ദൈവത്തെ മറന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുമോ മോനെ? നമ്മുടെ ദൈവം തന്ന അനുഗ്രഹങ്ങളും നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലയോ? ദൈവത്തെ മറന്ന് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പനായ കാലത്ത് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ പുറകെ നടക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞൊന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബിസിനസ് കാര്യങ്ങൾ, ഞങ്ങളുടെ സോഷ്യൽ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൻ്റെ പണി നോക്കി കയറി പോകും. അവിടെ കാണാൻ പോയി ഞങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ എപ്പോഴും കയറി കണ്ടു പോ. അപ്പനങ്ങ് പോകും. നീ ഇങ്ങനെ സംസാരിക്കുന്നു. നിനക്കറിയാമല്ലോ നിങ്ങളെ ഞാൻ എങ്ങനെ വളർത്തിയത്. നിങ്ങളെ വേണ്ടപോലെ ഞാൻ പഠിപ്പിച്ചു. നിങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ തന്നു. ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. നിങ്ങൾക്കറിയാം നിങ്ങളുടെ അമ്മ മരിച്ചപ്പോഴും ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിളിച്ചിട്ട് പോയില്ല. ആ നിലയിൽ ഞാൻ നിങ്ങളെ നോക്കി. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ചവിട്ടി നിൽക്കുന്ന ഈ വീട്, ഈ വീട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ വസ്തുവിലുണ്ടായിരുന്ന മരത്തിന് തമിഴിൽ വരെ ഞാൻ മുന്നിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സമയത്ത് ഞാൻ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങളെയും കൊണ്ട് ഭാര്യയും കൊണ്ട് വന്നിവിടെ പലയിടത്തും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് ദൈവം ഈ സ്ഥലത്ത് നമുക്ക് എത്രത്തോളം രാജകീയമായിട്ടുള്ളൊരു വീടും ഭവനമൊക്കെ തന്നു. ആ ദൈവത്തെ വിട്ട് മാറണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ആയിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് സംസാരിക്കേണ്ടെന്ന് കയറി പോകും. അതൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലയോ? നമ്മളെ നീയെങ്കിലും വാ കുടുംബ പ്രാർത്ഥനയ്ക്ക്. എന്തുവാ ഇത്? എല്ലാ ദിവസവും വന്ന് ഞാൻ മടുത്തു. നിങ്ങൾക്ക് ഞാനൊരു ഭാരമായെന്നാണോ പറഞ്ഞു വരുന്നത്? എന്ത് ചെയ്യുന്നില്ല. നന്നായിപ്പോയി. ഒരു ദിവസമായിട്ട് എന്തെങ്കിലും പറയണമെന്നൊക്കെ പറയാൻ പറ്റും. ഞാൻ നോക്കട്ടെ, എൻ്റെ ഒരു സുഹൃത്തുണ്ടാവുന്ന ഒരു സുഹൃത്ത്. മന്നേ നീ എവിടാ? നീ കഴിഞ്ഞ ദിവസം എന്നോടൊരു ഓൾഡ് ഏജ് ഹോമിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഒരു ഡൊണേഷനൊക്കെ വേണമെന്ന്. ഞാൻ അയച്ചു തന്നില്ല. എനിക്ക് അവിടുത്തെ ഒരു നമ്പർ തരാമോ? ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാ. ഒന്ന് പോയി അതേ പറ്റുമോ? അപ്പത്തിന് ഇനി ഓൾഡ് ഏജ് ഹോമിൽ ഉണ്ടാക്കിയില്ല. കാരണം ജോലിക്കാരുടെ കൂടെ ആവത്തില്ല, നമുക്കൊന്നും നോക്കാൻ പറ്റത്തില്ല. സമയം എന്ത് ചെയ്യണം? ഹലോ ഞാനേ മനോജ് പറഞ്ഞിട്ട് വിളിക്കുവാണേ. ഓൾഡ് ഏജ് ഹോമല്ലേ? അതെ. എനിക്ക് എൻ്റെ അപ്പനെ അങ്ങോട്ട് നാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്താ? ഞങ്ങൾ അതിനു വേണ്ടിയാണല്ലോ ഇങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ട് ഇരിക്കുന്നത്. ഓക്കെ. കാരണം ഞങ്ങൾക്ക് മക്കൾക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല. അപ്പോൾ അപ്പനെ കൊണ്ടുപോകുന്നതിലും നടക്കുന്നില്ല. ഓക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പനെ അങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, കുഴപ്പമില്ല. എപ്പോഴാണ് വരുന്നതെന്ന് അറിയിക്കാം. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ. അതെ. ആളല്ലേ? ശരി. എപ്പോഴാ വരുന്നേ? ഒരു അരമണിക്കൂർ എടുക്കും. ഓക്കെ, ഞാൻ അകത്തുണ്ട്. ശരി. ഈ അപ്പച്ചൻ ഇവരാണ് എനിക്കൊരു അവസരം. സാരമില്ല, ഞങ്ങൾ വളരെ ഇവിടെ പ്രാർത്ഥന മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ആഹാരത്തിനൊന്നും ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല. ആഹാര സമയത്തുണ്ട്, പ്രാർത്ഥന സമയത്തുണ്ട്. ആ സമയങ്ങളിൽ മാത്രം വന്ന് ചെയ്താൽ മതി കേട്ടോ. അതിന് ഇവിടെ ഇതൊക്കെ ഇതിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതൊരു ദൈവദാസനാണ്. വേറെ വർഷം കർത്താവിനോട് അധ്വാനിച്ച കർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം ചെയ്യരുത്. വളരെ കാര്യങ്ങൾ നന്നായി തന്നെ ചെയ്തു കൊടുക്കണം. ഒന്നിനും ഒരു കുറവും ഉണ്ടാവും. ഓക്കെ? അല്ല, നീ ആണെന്ന് പറഞ്ഞ എന്താണ്? അങ്ങനെയാണോ അത് പ്രതികരിക്കേണ്ടത്? ഞാൻ എന്താ പറയാ, ചെയ്തോളാം. അപ്പച്ചനെ ഞാൻ നോക്കിക്കോളാം. ഇതൊക്കെ വളരെ ഒരു ശ്രദ്ധ വേണം. നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, നിന്റെ മുന്നോട്ടുള്ള ഇത് എങ്ങനെയാണ്, അവിടെ ഇവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റിനെ മുൻനിർത്തി ആയിരിക്കും നിന്റെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഒരു കുറവും കൂടാതെ അപ്പച്ചനെ വളരെ ഭംഗിയായി നോക്കണം. ഒരു കംപ്ലൈന്റ് അപ്പച്ചന്റെ ഭാഗത്തുനിന്നും മക്കളുടെ ഭാഗത്തുനിന്നും വരണ്ട. ഓക്കെ. ഇതാണ് നിങ്ങളെ കണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ മാറ്റി വെച്ചോ. ഇവിടെ പിന്നെ ഞാനൊരു കാര്യം പറയാം.
എന്റെ തലയിലോ എന്നെ ശല്യം ചെയ്യാൻ വരരുത്. നിങ്ങളെ പാട്, ഞാൻ എന്റെ പാട്. ഇതവിടെ കണ്ട കുറെ പേര് ഇരിപ്പുണ്ട്. ഇതുപോലെ മര്യാദക്കിരുന്ന എനിക്ക് കൊള്ളാം, നിങ്ങൾക്കും കൊള്ളാം. വഴിയിലാണ് കയറിയിരിക്കുന്നത്. രാവിലെ തുടങ്ങും മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. യേശുവെ യേശുവെ എന്ന് വിളിച്ചിട്ട് മക്കൾക്കും വേണ്ട, ദൈവത്തിനും വേണ്ട, ഇവിടെ കൊണ്ട് വെച്ചിരിക്കുക. എന്തിനാണോ എന്തോ. പിന്നെ നീ അങ്ങനൊന്നും പറയരുത്. ദൈവം എന്നെ ഒരിക്കലും കൈവിടത്തില്ല. ഇതൊക്കെ നിന്റെ ഒരു തോന്നൽ മാത്രമാണ്. കൈവിടത്തില്ലെന്നോ? കൈവിടത്തില്ല. കൈവിടാത്ത മനുഷ്യരാണ് കൈവിട്ട് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ മക്കളെവിടെ? നിങ്ങളുടെ ദൈവം എവിടെ? ദൈവം എന്ന് വിളിച്ചിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. നീ പറയുന്ന പോലെ നിനക്ക് അതിൻ്റെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ നിനക്കും അത് മനസ്സിലായിട്ടോ എന്താണെന്നുള്ളത്. നിന്റെ ഈ പ്രായത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ് പറയുന്നത്. എന്റെ പ്രായത്തൊന്നുമില്ല. ഞാൻ ഇവിടെ എന്നെ ശിക്ഷിച്ച ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഞാൻ കോടതിയിൽ നല്ല നടക്കുക, ഞാനാണ് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെയാണല്ലോ, അല്ലല്ലോ. നിങ്ങളെ മക്കളെ നോക്കി, ആവുന്ന കാലത്ത് നിങ്ങളെ മക്കളെ നന്നാണല്ലോ നിങ്ങൾ നോക്കി. എന്നിട്ട് ബൈബിളും പിടിച്ച് നടന്നു. അതാണോ നിങ്ങൾ? എന്റെയും നിങ്ങളുടെ വ്യത്യാസം എന്താ? ഇവിടെ ആരുമില്ലാതെ, ഞാൻ ഇവിടെ ആരും ഇല്ലാതൊക്കെയാണെങ്കിൽ ഓക്കെ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ബൈബിള് പിടിച്ച് നടന്നതിന്റെ നന്മ എന്റെ ജീവിതത്തിൽ നിനക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. നിനക്കൊരു ശല്യം ഞാൻ ആവത്തില്ല. ഞാൻ എന്റെ പാട് അടുത്ത ആളാ ഇനി സഹായിക്കണം. എന്താ ഇവിടെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. സുഖമായിരിക്കുന്നോ? ആരും കൂടെ വന്നത്? അതേ പറഞ്ഞത് കണ്ടിട്ട് ഒത്തിരി നാളായി. പണ്ട് നമ്മൾ ഒന്നിച്ച് കുറെ സുശിക്ഷ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇപ്പോൾ ആരും കൂടെ വന്നൊന്നുമല്ല. മക്കളൊക്കെ ഒരു നിലയിലെത്തി. അവരവരുടെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള പ്രാപ്തി അവർക്കായി. അതുകൊണ്ട് അവരെന്നെ ഇവിടെ കൊണ്ടുവരും. ഇനി കുറെ കാലം ഞാനും മേച്ചെന്ന ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നു. ദൈവമേ, ഈ ദൈവദാസൻ ഈ ഒരു അവസ്ഥ വന്നല്ലോ. എന്തോ ചെയ്യാൻ പറ്റും. മക്കള് എന്ത് ചെയ്യാൻ പറ്റും? എന്തവസ്ഥ? ഇതിനും കൂടുതൽ എന്തൊരവസ്ഥ? ദൈവം എന്ന് വിളിച്ചിട്ട് ഇങ്ങനെയാണോ അവസ്ഥ? ദൈവവും കൈവിട്ടു, എല്ലാരും കൈവിട്ടു. അങ്ങനെ പറയല്ലേ സഹോദര? അവൻ പറയട്ടെ ദേവദാസനെ. അവനറിയാവുന്നതല്ലേ അവന് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇവൻ പോലൊരു ജീവിതം എനിക്ക് മുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവന് തെറ്റ് പറയാനായിട്ട് ഞാനും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ മകനെ പോലായിരുന്നില്ല എൻ്റെ മുൻകാല ജീവിതം. ദൈവത്തെ അറിയാത്തൊരു ജീവിതത്തിലൂടെ ഞാൻ കടന്നുപോയി. മദ്യപാനം, മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയി. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, കേസ്, വഴക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പോകുമായിരുന്നു. അന്ന് എൻ്റെ ചുറ്റും എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാരും ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമാധാനം മനസ്സിലില്ലായിരുന്നു. നമ്മൾ ഒന്നിച്ച് പോയപ്പോഴില്ലയോ കവലപ്രസവത്തിലൊക്കെ ദേവദാസന്മാർ എന്നോട് ഇടപെട്ടു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ ദൈവത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അവനത് പറഞ്ഞാൽ മനസ്സിലാകും. അതേയുണ്ട്. നിന്നെപ്പോലെ തന്നെ ഒരു ജീവിതം എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു. ഞാനും നിന്നെപ്പോലെ തന്നെ ആയിരുന്നു. ഈ ദൈവം എന്നുള്ളതിൽ വന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചത്. എനിക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴും ഞാൻ ഈ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോഴും എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കുടുംബക്കാർ എന്നെ പുറത്താക്കി. ഞാൻ എൻ്റെ കൈക്കുഞ്ഞുങ്ങളും ഭാര്യയുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ഒത്തിരി വിശ്രാമ കേന്ദ്രങ്ങളിലൊക്കെ ഞാൻ ആശ്രയം പ്രാപിച്ചു. കടത്തുന്നതിൽ വിശ്രമിച്ചു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി. അവസാനം ദൈവം എന്നെ കണ്ടതുകൊണ്ടും ഞാൻ ആ വിശ്വസിച്ച ദൈവത്തെ തള്ളി പറയാത്തത് കൊണ്ടും ദൈവം എന്നെ ഇന്ന് അവരുടെ എല്ലാം മുമ്പിൽ മാനിച്ചു, എന്നെ അനുഗ്രഹിച്ചു. പക്ഷെ ഇപ്പം എൻ്റെ മക്കൾക്ക് എന്നെ വേണം. അങ്ങനെ പറയില്ലേ അപ്പച്ച? സാധാരണ ഇങ്ങനെയുള്ള ചിന്തകൾ അപ്പച്ചൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഭവനമില്ലാത്ത എത്രയോ പേർക്ക് അപ്പച്ചൻ ഭവനം വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ചെയ്യാൻ കഴിവില്ലാത്ത, നിവൃത്തിയില്ലാത്ത എത്രയോ കുട്ടികൾക്ക് അപ്പച്ചൻ വിദ്യാഭ്യാസം നൽകി. അങ്ങനെ എത്രയോ പേരെ സഹായിച്ച കാര്യങ്ങൾ എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയൊന്നും അപ്പച്ചനെ ദൈവം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ അതൊക്കെ എൻ്റെ ഒരു കടമയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിലൊരു ദുഃഖം എന്ന് പറയുന്നത് ദൈവം എത്രത്തോളം അനുഗ്രഹിച്ചെങ്കിലും എനിക്ക് തിരിച്ച് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖം മാത്രമാണ് എനിക്ക്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ദൈവം എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ കൊണ്ടെത്തിച്ചത്. അങ്ങനെ പറയില്ല അപ്പച്ച. അത് മാത്രമല്ല, ഒരാഴ്ച പോലും, ഒരു ഞായറാഴ്ച പോലും ആരാധന മുടക്കാതെ ദേവദാസന്മാരെ മാനിച്ചു, ദേവദാസന്മാരെ സഹായിച്ചു, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തില്ല അപ്പച്ചൻ. അങ്ങനെയെങ്കിൽ അപ്പച്ചൻ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാവും. അത് അപ്പച്ചൻ കാണുക തന്നെ ചെയ്യും.
മാസ്റ്റർ പറയുന്ന പോലെ ഞാനും വിചാരിക്കുന്നു ദൈവത്തിന് ഈ കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വിഷയമെന്ന് ഞാനും വിചാരിക്കുന്നു. അപ്പൊ ദൈവത്തിന് എന്നെ നന്നാക്കാൻ കഴിയുമോ? ഞാൻ നിങ്ങളുടെ അപ്പച്ചനെ പോലെ ആയിരുന്നെങ്കിൽ ഈ അപ്പച്ചനെ ദൈവം മാറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാം മാറ്റാൻ പറ്റുമോ? ദൈവത്തിന് മാറ്റാൻ പറ്റുമോ? മാസ്റ്റർ ഒന്ന് പറയും. തീർച്ചയായും ദൈവത്തിന് മാറ്റാൻ പറ്റും. കാരണം ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രവചനമാണ്. നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ. നമ്മൾ പൗലോസിന്റെ ജീവിതം പഠിക്കുമ്പോൾ റോമിലായിരുന്ന പൗലോസ് ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ചു, പല പീഡനങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ലോകം ചിന്തിച്ചു പൗലോസിനെ ആ ഒരു പീഡനം കൊണ്ട് അവസാനിക്കുന്നു. പക്ഷേ പൗലോസിന്റെ ജീവിതമോ പൗലോസിന്റെ ശുശ്രൂഷകളൊന്നും അതിൽ നിന്ന് ഒരുങ്ങിപ്പോയില്ല. മറിച്ച് ഒരുപാട് പേർ സമാധാനമായി ഒരുപാട് പേര് ദൈവത്തിലേക്ക് നയിക്കുവാൻ പൗലോസിന് സാധിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിലോ നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടിലോ ഒന്നും ദൈവം നമ്മെ ഒതുക്കിക്കളയത്തില്ല. മറിച്ച് നാം ദൈവത്തിന് വേണ്ടി നിന്നാൽ ആ ദൈവം നമ്മെ ഉയർത്തുകയാണ്. എന്നാ പിന്നെ ആ ദൈവത്തിന് വേണ്ടി എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ്. എന്നെ പക്ഷെ മാറ്റണം. അപ്പച്ചാ എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കാമോ? പിന്നെ എന്നെപ്പോലെ തന്നെ നീയും ഈ ദൈവത്തിൽ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ മാറ്റം വരും. ഞാൻ ഇന്നും വിശ്വസിച്ചത് കൊണ്ടാണ് പലരാലും തള്ളപ്പെട്ടാലും ദൈവം എന്നെ ഇന്ന് നിലനിർത്തിയിരിക്കുന്നത്. ദേവദാസൻ പറഞ്ഞാൽ ചിലപ്പം ഇതായിരിക്കും എന്നെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം. എനിക്കൊരു മാറ്റം ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു നേരത്തെ. അത് എന്നോട് പൂർത്തീകരിക്കാനായിരിക്കാം ചിലപ്പോൾ കർത്താവ് എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. ഞാനെന്നാലും അത് ഓർത്ത് ദുഃഖിച്ചു. പക്ഷെ ഞാനിപ്പോൾ അതോർത്ത് സന്തോഷിക്കുന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതി നിലവേറാനായിട്ട് ദൈവം എന്നെ കണ്ടല്ലോ നോക്കി ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചിന്തയിലുള്ളത് നമ്മുടെ ഇന്നത്തെ തലമുറയെക്കുറിച്ചാണ്. ആദിപിതാക്കന്മാർ ആ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിന്നതുപോലെ എന്തുകൊണ്ട് ഇന്നത്തെ തലമുറ നിൽക്കുന്നു? ആ ഒരു വേദന എൻ്റെ ഹൃദയത്തിലുണ്ട്. ഇന്ന് അവരുടെ സാഹചര്യങ്ങൾ മാറി, ജോലി മാറി, ദൈവം ഒരുപാട് അനുഗ്രഹിച്ചെങ്കിലും ദൈവനാമത്തിന് വേണ്ടി നിൽക്കാനോ ദൈവ സാന്നിധ്യം കടന്നുപോകാനോ അവർക്ക് കഴിയുന്നു. ആരുടെയും കുറ്റമായി നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം ഈ നാളുകളിൽ അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ദേവദാസൻ പറഞ്ഞ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പണ്ടുള്ള അനുഭവങ്ങൾ നമ്മൾ ദൈവസഭയിൽ പോയി നോക്കുമ്പോൾ എല്ലാം പ്രാർത്ഥനയാൽ നേടിയെടുത്തതാണ്. അന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന അനേകം തലമുറകളുണ്ടായിരുന്നു. അവരെ പിന്നോട്ട് വലിക്കാനായിട്ട് അവരുടെ സാഹചര്യങ്ങൾ അന്ന് അവർക്ക് പ്രതികൂലമായിട്ടില്ലായിരുന്നു, അനുകൂലമായിട്ടായിരുന്നു. എന്നാൽ ഇന്ന് സാഹചര്യങ്ങളൊക്കെ മാറിയപ്പോൾ തലമുറയ്ക്ക് ദൈവത്തെ വേണ്ട. ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവദാസന്മാരുടെ മക്കളായിട്ടുള്ള ഇന്നുള്ളവർക്ക് പലർക്കും ദൈവത്തെ വേണ്ട, അല്ലെങ്കിൽ ദൈവ സമൂഹത്തിന് അവർക്ക് വേണ്ട. അവരെല്ലാം ദൈവത്തെ ഉപയോഗിച്ച് ഓരോ വഴിയിലേക്ക് പോവുകയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ മകൻ ഇപ്പോൾ ആ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. നമുക്ക് അത് ഓർത്ത് സന്തോഷിക്കാൻ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ഈ മകനെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, അവരുടെ മനസ്സിനെ ദൈവോട് അറിയുന്നുണ്ട്. ദൈവം അവനൊരു മാറ്റത്തെ കൊടുക്കണേ. കഴിഞ്ഞ ജീവിതകാലം എങ്ങനെയായിരുന്നുള്ളത് ദൈവം മനസ്സിലാക്കി കൊടുത്തത്, അതിനുള്ള മോചനത്തെ കൊടുത്ത് നീ അവനെ ഒന്ന് വിടുവിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം മഹത്വ മാനസാന്തരത്തെ കൊടുക്കണമേ. അതിനെ നമ്മുടെ കർച്ചകൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാസനെ ക്ഷീണം പോലും വേണ്ട. ദേവാസനെ വെള്ളം എടുക്കണ്ട. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കാണുന്നു ദേവാസനെ ദൂതന്മാർ എൻ്റെ അടുത്തേക്ക് വരുന്നു. അവരെന്നെ കൊണ്ടുപോകാനായിട്ടാണ് തോന്നുന്നു വരുന്നത്. അത്രയും നാളും എനിക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാനായിട്ടായിരുന്നു. ഞാൻ നോക്കിക്കോളാം. അപ്പച്ചൻ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഇതൊരു അവസാനമല്ല, ഇതൊരു ആരംഭമാണ്. താൻ ഇത്രയും നാൾ കാത്തിരുന്ന ആ പ്രാണനാഥൻ്റെ കൂടെയുള്ള യാത്രയുടെ ആരംഭം. എന്നാൽ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ആ പിതാവ് ആരായിരുന്നു? നമ്മൾ ഓരോരുത്തർക്കും ഒരുപക്ഷെ അവരെ പരിചിതം ഉണ്ടായിരിക്കും. നമ്മുടെ മാതാപിതാക്കളുടെ ഇന്നലകളിൽ നമ്മൾ കണ്ടു മൺമറഞ്ഞു പോയ ചില ഭക്തന്മാർ. അവർക്ക് ആവേശമായിരുന്നു ക്രിസ്തുവിന് വേണ്ടി നിന്നഹിപ്പാനും വേദനകളിലൂടെ കടന്നു പോകുവാനും. കാരണം ദൈവകരങ്ങളുടെ തലോടൽ അവർ ഏറ്റവും അനുഭവിച്ചത് ആ നിമിഷങ്ങളിൽ ആയിരുന്നു. അവർക്ക് ആവേശമായിരുന്നു ഓരോ കൂട്ടായ്മകളിലും ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ. കാലങ്ങൾ കഴിഞ്ഞുപോയി. ദൈവനന്മകൾ അനുഭവിക്കുന്ന അടുത്ത തലമുറകൾ വന്നു. അവർക്കും ആവേശമായിരുന്നു കൂടുതൽ സാമ്പത്തിക നന്മകൾ നേടുവാൻ. അവർക്ക് മാതാപിതാക്കളുടെ വാർദ്ധക്യം അരോചകമാണ്. അവർക്ക് ദൈവനാമത്തിന് വേണ്ടി സമയം ചെലവഴിക്കുവാനും കൊടുക്കുവാനും കൂട്ടായ്മയിൽ കടന്നു വരുവാനും താല്പര്യം കുറഞ്ഞു. അതെ, ആ തലമുറ നാം തന്നെയാണ്.
നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. ഈ കഥയിലെ ദൈവദാസൻ പറയുന്നത് പോലെ ദൈവസ്നേഹത്തിനും കൂട്ടായ്മകളിലേക്കും ഒരു തിരിഞ്ഞു നടക്കൽ, ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ആത്മീയ ദാരിദ്ര്യവും മടുപ്പിക്കലും മാറ്റിയെടുക്കുവാൻ ആ ദൈവസ്ഥാനത്തിലേക്കും ആ സ്നേഹത്തിലേക്കും മടങ്ങി വരാം. ഓരോ പ്രതിസന്ധികളിലും വേദനകളിലും ഒരുപക്ഷെ നമുക്ക് അറിയുവാൻ പോലും കഴിയാത്ത ഒരു ദൈവിക ഉദ്ദേശമുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഈ കഥയിലെ ജോലിക്കാരനെ പോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, ജോലിസ്ഥലങ്ങളിൽ നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും ദൈവത്തിന് നമ്മളിലൂടെ സംസാരിക്കുവാനുണ്ട്. അവരും നമ്മളിലൂടെ ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കട്ടെ. നമുക്ക് മാറാം. ഒരു ഉത്തമ പടയാളിയായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം. ഒരുമിച്ച് മുന്നേറാം. അവസാനം ആ പ്രത്യാശയുടെ തീരങ്ങളിലേക്ക്, ആ പ്രാണപ്രിയൻ്റെ അരികിലേക്ക് യാത്രയാകാം.